ഓപ്പൺ എ ഐ ഇങ്ങനെ പോയാൽ മിക്കവാറും ക്ലോസ്ഡ് എ ഐ ആവും. തമാശ പറഞ്ഞതല്ല, കാര്യമാണ്. കാരണം ChatGPT, ഡീപ് സീക്ക്, ഇപ്പോൾ അലിബാബേൻ്റെ Qn 2.5, മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റ്, ഗൂഗിൾ ഡീപ് മൈൻഡ്, ഇനി ആരൊക്കെ ഉണ്ട്, ക്ലൗഡ് ഉണ്ട്, ഇങ്ങനെ സകല ടീം ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്. Because DeepSeek is such a fundamental change to the economics of what's going on. Now, there are still a whole bunch of unanswered questions, but 100%, the fact that they were able to train an AI model. ഇതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അലൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് AI വികസിപ്പിച്ചെടുത്ത AI ടൂളിൽ റൺ ചെയ്യുന്ന ടുളു 3, തുളു അല്ല ടുളു നമ്മുടെ ഭാഷയല്ല, ടുളു 3 ആണ് ഇവിടുത്തെ ഗെയിം ചേഞ്ചർ. ഇതിന് പ്രധാന കാരണം അലൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് AI എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റബിൾ AI ലാബാണ്. അവർ മെയിനായിട്ട് അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ക്രിയേറ്റിംഗ് ഇന്നോവേറ്റീവ് AI മോഡൽസ് ടു എവ്രി വൺ. ഓഫ് കോഴ്സ് ഇറ്റ്സ് ഫ്രീ, കാരണം അത് ഓപ്പൺ സോഴ്സ് ആണ്. അപ്പം ഈ ടുളു 3 ഒരു ടുളു 340B എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ AI ആണ്. കാരണം ഇതിന് 45 ബില്യൺ പാരാമീറ്റേഴ്സാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ ടുളു എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓപ്പൺ സോഴ്സ് AI മോഡൽ എവർ ബിൽഡ്. അത് അത്രയ്ക്കും പവർഫുൾ ആവുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം. ആൻഡ് മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ പെയ്ഡ് ഫീച്ചേഴ്സ് ഓഫ് ഓപ്പൺ AI. ChatGPTൻ്റെ പെയ്ഡ് വേർഷൻസ് എന്നൊക്കെ ഒരുപാട് ഡിഫറൻസ് ഇതിനുണ്ട്. ആൻഡ് ഓൾസോ ദ API റെസ്ട്രിക്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല. ഇതാണ് ഒന്നാമത്തെ ഞെട്ടൽ. പിന്നെ രണ്ടാമത്തെ വലിയൊരു ഞെട്ടൽ, ടെക് വേൾഡിൽ ഞെട്ടാനുള്ള കാരണം വെച്ചാൽ, ബെഞ്ച് മാർക്ക് ടെസ്റ്റിൻ്റെ അകത്ത് റിസൾട്ട് വന്ന സമയത്ത് എഫിഷ്യൻസിയിലും അതുപോലെ തന്നെ കൃത്യത, ഒരുപാട് കാര്യങ്ങൾ മുമ്പിൽ, അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി ആൻഡ് എത്തിക്കൽ ഫിൽറ്ററിങ്ങിൻ്റെ അകത്ത് അത് കാണിച്ചിരിക്കുന്ന പെർഫോമൻസിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അതാണ് അവരൊക്കെ ഞെട്ടാനുള്ള കാരണം. പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു സീക്രട്ട്, ഈ ഒരു പെർഫോമൻസിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പൺ സോഴ്സ് ടീമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. ഹൈലി ക്യൂറേറ്റഡ് ഡാറ്റയാണ്, നോട്ട് ലൈക്ക് യൂസർ ജനറേറ്റഡ്, യൂസർ ഇൻപുട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് അല്ല ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഹൈലി ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയുള്ള ഒരു ഡാറ്റയാണ് ഇതിൽ യൂസ് ചെയ്തെന്നുള്ളത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, വളരെ ഗുഡ് റിസൾട്ട് ആയിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും, റിലയബിലിറ്റി ഉണ്ടായിരിക്കും. പിന്നെ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ DPO, ഡയറക്റ്റ് പെർഫോമൻസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ, അതൊരു ബെറ്റർ ഫൈൻ ട്യൂണിങ് ആയിരിക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി മോർ ലൈക്ക് എ ഹ്യൂമൻ. പിന്നെ RVR, റീഎൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ലേണിംഗ്, ഇറ്റ് വിൽ വർക്ക് ലൈക്ക് 100% കറക്റ്റ് ആണെങ്കിൽ മാത്രം. അത് നോട്ട് ലൈക്ക് ഹാഫ് ഷെയ്ഡ്, അല്ലെങ്കിൽ യെസ് ഓർ നോ എന്ന് ചോദിക്കുമ്പോൾ സ്നോ എന്ന് പറയുന്ന പോലെയല്ല. അതാണ് ഇപ്പോൾ ChatGPT ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാമ ഓർ കൃഷ്ണ? രാമകൃഷ്ണ. അപ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി കറക്റ്റ്. അത് കറക്റ്റ് ആണെങ്കിൽ, ആൻസർ കറക്റ്റ് ആണെങ്കിൽ, എല്ലാ പാരാമീറ്റേഴ്സും ഓക്കെ ആണെങ്കിൽ മാത്രമേ അത് ആൻസർ ട്രിഗർ ചെയ്യൂ. ഇറ്റ്സ് നോട്ട് ലൈക്ക് അസംഷൻ ബേസ്ഡ് ഡാറ്റ. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ സോണി FX3 കുറിച്ചൊരു ക്വസ്റ്റ്യൻ കുറച്ച് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ X3 എന്ന് പറയുന്ന ക്യാമറ, സോണി FX3 ഫുൾ ഫ്രെയിം ക്യാമറ ആണോ എന്ന് ചോദിച്ച സമയത്ത് ChatGPT അതേ ഇതൊരു ഫുൾ ഫ്രെയിം ക്യാമറയാണെന്ന് പറയുകയും, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അത് ഫുൾ ഫ്രെയിം ക്യാമറ അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്ന് ജെമിനിയോട് ചോദിക്കുകയും, ജെമിനി ആ സമയത്ത് അതൊരു ഫുൾ ഫ്രെയിം ക്യാമറ അല്ല എന്ന് പറയുകയും, തൊട്ടടുത്ത ടാബിലാണ് ജെമിനിയുള്ളത്. തിരിച്ച് ഞാൻ ChatGPTയോട് ഒന്നും കൂടി ചോദിച്ചപ്പം അപ്പോളജി ഫോർ ദ പ്രീവിയസ് ആൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്ന് ഉരുണ്ട് കളിച്ചിട്ട് പിന്നെ അത് ഉത്തരം പറയാം. അപ്പോൾ അറിയില്ലാത്ത കാര്യങ്ങളും അത് അസംഷൻ, ഹലൂസിനേഷൻ ത്രൂ ഒക്കെ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വേദാസ് ഓർ ആഗമാസ്? വേദാഗമ. മുമ്പ് ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇതേപോലെ, അതും ഞാൻ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് എനിക്കതിന് ഉത്തരം പറയാൻ കഴിയില്ല, ഐ ഹാവ് മൈ ഓൺ ലിമിറ്റേഷൻസ് എന്നാണ് പറഞ്ഞത്. ഞാൻ വേറൊരു അതായത് ChatGPTയോട് ഞാൻ ബാഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ബാഡിനെ കുറിച്ച് ChatGPTയോട് ചോദിച്ച സമയത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടോ ഇങ്ങനെ ഒരു ആൻസർ പറയുകയുണ്ടായി. അപ്പം ഞാൻ ദെൻ വൈ യു ആം യൂസിങ് ദിസ്, ഐ ക്യാൻ ഗോ ഫോർ അതർ വൺ എന്നുള്ള രീതിയിലൊരു ആശയം മുന്നോട്ട് വെച്ചപ്പം ദെൻ ഐ വിൽ ഗിവ് ദ ആൻസർ എന്ന് വേണ്ട, അത് ഉത്തരം പാരാമീറ്റർ ബ്രേക്ക് ചെയ്തിട്ട്, പ്രോട്ടോകോൾ ബ്രേക്ക് ചെയ്തിട്ട് ആൻസർ തന്നൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അതും ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഫ് ഇറ്റ് പോസിബിൾ ഐ ഷെയർ. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഹലൂസിനേഷൻ ഓർ അൺറിലയബിൾ ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവില്ല. അത് കറക്റ്റ് ആൻസർ മാത്രമേ തരുള്ളൂ. സോ ഇത്രയൊക്കെ പോരെ അവർ ഞെട്ടായിരിക്കും. ഇതുകൊണ്ട് തന്നെ മൊത്തം ടെക് വേൾഡ് ഞെട്ടിയിരിക്കുകയാണ്. പിന്നെ ഫോർ ടെസ്റ്റിംഗ് ദീസ് കൈൻഡ് ഓഫ് മോഡൽസ് നമുക്ക് വലിയൊരു കമ്പ്യൂട്ടർ സിസ്റ്റം തന്നെ വേണം. ഇവിടെ ടുളു 3 എന്ന് പറയുന്നത് അതിന് ട്രെയിൻ ചെയ്തിരിക്കുന്നത് 256 GPUs പാരലലി അക്രോസ് 32 നോഡ്സ് ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ the Tulu 3 will work only based on verified data. റാൻഡം അൺഓതറൈസ്ഡോ അല്ലെങ്കിൽ വെരിഫൈഡ് അല്ലാത്ത ഡാറ്റേനെ വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇവർ മൊത്തത്തിൽ ഇവർ കിളിപ്പോയി. അതുപോലെ AI2 എന്ന് പറയുന്നത് AI2 റിലീസ് ചെയ്തത് വൺ ഓഫ് ദ മോസ്റ്റ് റിലയബിൾ ഓപ്പൺ സോഴ്സ് AI എവർ റിലീസ്ഡ്. അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ്ലി ഓപ്പൺ AIനെയാണ് ചലഞ്ച് ചെയ്യുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ബ്ലാക്ക് ഫോഴ്സ്, റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ടെക്നിക്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. എനിവേ നമ്മളിത് 2 ദിവസം മുമ്പ് ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ ആണ്.
ഒന്ന് ലേറ്റായി പോയി. ബാക്കിയുള്ളത് നമ്മൾ വരുന്ന എപ്പിസോഡുകൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ വാറിൽ ഓപ്പൺ എ ക്ലോസ് ആവുമോ, ഓപ്പൺ സോഴ്സിൽ ഓപ്പൺ ആവുമോ എന്നുള്ളത് കണ്ടറിയാം. ടെക് ട്രെൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.